നമ്മള് സ്റ്റേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ബീഫ് സ്റ്റേക്ക്. അത് കഴിച്ചപ്പോ തൊട്ട് ഞാൻ ആദ്യം ചെറുതായിട്ട് എടുത്തോട്ട് വരും. ഓക്കെ, എന്നെയും ബീഫിനെയും കിട്ടുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? ഓക്കെ, ലൈറ്റ് മാൻസ് ഒക്കെ പൊക്കോളൂ. അപ്പൊ എനിക്ക് ബ്രോക്കോളി കിട്ടിയില്ല ഗൈസ്. വേറെ ഒന്നും കൊണ്ടില്ല, വില കൂടുതലായിട്ട് മേടിച്ചില്ല. അതുകൊണ്ട് നമ്മള് മെൽറ്റ് ആയില്ലേ? അവിടുന്ന് കഴിച്ച എക്സാക്ട് ഒന്നും പറയില്ല. പക്ഷെ ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ബീഫ് സ്റ്റേക്ക്. ഞാൻ ആദ്യമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പോകുന്നു. ആകെ ഞാൻ ഒരു വട്ടേ കഴിച്ചിട്ടുള്ളൂ, ഭൂമി റെസ്റ്റോറൻറ്റിൽ നിന്ന്. അത് കഴിച്ചപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കറണ്ട് പോയി. അപ്പം എനിക്കിങ്ങനെ വെട്ടം തരാൻ വേണ്ടി ഒരുപാട് പേര് ബാക്ക്ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഭൂമി റെസ്റ്റോറൻറ്റിൽ പോയി ഞാൻ ആദ്യമായിട്ട് സ്റ്റേക്ക് കഴിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ അന്ന് എനിക്കത് റീക്രിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ടുഡേ ഐ എം ജസ്റ്റ് ഗോയിങ് ടു റീക്രിയേറ്റ് ദാറ്റ് ഭൂമി ബീഫ് സ്റ്റേക്ക്. ഓക്കെ, നമ്മളിവിടെ ആരൊക്കെയാണ് ഉള്ളത് പറഞ്ഞേ? ചേട്ടൻ, ആദിലക്ക. എത്ര ചേട്ടന്മാരുണ്ട്? 2 ചേട്ടൻ, പിന്നെ ഒരു ആദിലക്ക. സോ നമുക്ക് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാമറ ലൈറ്റും ക്യാമറയും എടുത്തോട്ട് വരും. ഇത് നമ്മുടെ ബീഫ് ഉപ്പും കുരുമുളകും ചേർത്ത് നമ്മുടെ ആഗ്നൽ, അതാണ് ഒരാളുടെ പേര്. എന്നെ കാണിക്കും, ബീഫിനെ കാണിക്കാണ്ട്. ഹോ, ഓക്കെ, എന്നെയും ബീഫിനെയും കിട്ടുന്നുണ്ടോ? അത് ഞാൻ പറയാം, അത് പറയാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, നമ്മളെ പെയിൻ ഗസ്റ്റിൽ ഒരാളായിട്ടുള്ള ആഗ്നൽ ബോയ് ഉണ്ടാക്കിയതല്ല, മാരിനേറ്റ് തലോടി ഉണ്ടാക്കിയ ബീഫാണിത്. ഇതിൻ്റെ അകത്ത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് വെച്ചിരിക്കുന്ന ബീഫ്. ആദിലും ആഗ്നലും ചേർന്ന് ഉടച്ച് മഷിയാക്കിയ മാഷ്ഡ് പൊട്ടാറ്റോ. അയ്യോ, മഷ്റൂം സോസും ഉണ്ടാക്കണം. ഓക്കെ, അത് പോട്ടെ, അതാണ് എന്തോ മിസ്സായിരുന്നു. പിന്നെ ആദ്യം എടുത്ത സോർട്ടഡ് വെജിറ്റബിൾസ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇത് എക്സാക്ട് എന്നെ കാണുന്നുണ്ടോടാ? ഓക്കെ, ലൈറ്റ് മാൻസ് ഒക്കെ പൊക്കോളൂ. കുറച്ച് ബാക്കിലോട്ട് പോയി. ഓക്കെ, അപ്പം ഞാൻ ഭൂമി റെസ്റ്റോറൻറ്റിൽ കണ്ട അതേ സ്റ്റേക്കാണ് റീക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അതായത് ബീഫ് സ്റ്റേക്കും അതിൻ്റെ മേലെ മഷ്റൂം സോസും പിന്നെ മാഷ്ഡ് പൊട്ടാറ്റോ, സോർട്ടഡ് വെജിറ്റബിൾസ്. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് സുക്കീനി, ക്യാരറ്റ്, നമ്മൾ മേടിച്ച മഞ്ഞ വലിയ സാധനം, അത് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബ്രോക്കോളി, ഇത്രയും ഇതൊന്നും ഇങ്ങനെ വെള്ളം വീഴുന്നല്ലേ, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇത്രയും വെജിറ്റബിൾസ് ആണ് അതിൽ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ബ്രോക്കോളി കിട്ടിയില്ല ഗൈസ്. വേറെ ഒന്നും കൊണ്ടില്ല, വില കൂടുതലായിട്ട് മേടിച്ചില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് മുട്ടക്കോസതിൻ്റെ പേരെന്തോടാ? കോളിഫ്ലവർ. അപ്പോൾ അതിന് വരെ നമ്മൾ കോളിഫ്ലവർ. ബാക്കി എല്ലാം കിട്ടി. ഇതാണ്ടേ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇതാണ് മെയിൻ്റെനൈസ്, സുക്കീനി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സോർട്ട് ചെയ്തെടുക്കുന്ന വെജിറ്റബിൾസ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഷ്റൂം സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മഷ്റൂം, മൈദാമാവ്, പാല്, ബട്ടർ, ഉപ്പ്, പെപ്പർ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. സോ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ മഷ്റൂം സോസിനുള്ള മഷ്റൂം കഴുകിയെടുക്കാം. Don't make noise. ബട്ടറിലാണ് നമ്മൾ മഷ്റൂം സോസ് ഉണ്ടാക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ആൻഡ് ഗാർലിക്, ചോപ്പ് ചെയ്ത ഗാർലിക് ആഡ് ചെയ്യാം. പ്ലീസ് അത് സൈഡ് ചെയ്യും. ഇനി ഇപ്പുറത്ത് വാ.
ഒരുവിധം സോട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് മൈദാമാവ് ഇടണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നതെന്നാണ് ഇവരൊക്കെ പറയുന്നത്. കുറച്ച് നമുക്ക് അതിൽ പാലൊഴിക്കാം. ഇതിൽ മാവ് ഇട്ടിട്ടുണ്ടല്ലേ, അപ്പോൾ ഇത് കുറുകാൻ വേണ്ടിയിട്ടാണ് മാവ് ചേർത്തത്. അയ്യോ ഗൈസ്, ഈ മഷ്റൂം സോസിന് ഈ കളർ എനിക്കൊന്ന് വെള്ള മഷ്റൂം എടുത്തോണ്ടായിരിക്കും. എന്നെ കാണിക്കുന്നതിനെ മാത്രം കാണിക്കാണ്ട് ഞാൻ പിന്നെ ഇവിടെ കാണാനിരിക്കുന്നത്. എൻ്റെ മോൻ കാണിക്ക്, ഞാനല്ലേ മെയിൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ബ്രൗൺ കളർ വരാൻ നമുക്ക് കുറച്ച് പെപ്പർ ഇട്ടു. ഓക്കെ ഗൈസ്, നമ്മൾ ഉപ്പിട്ടില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ സ്റ്റേക്ക് ഒരു സൈഡ് 6 to 7 മിനിറ്റ് ജസ്റ്റ് വേവിക്കും ലോ ഫ്ലെയിമിൽ. അതുപോലെ അപ്പുറത്തെ സൈഡ്. എൻ്റെ കയ്യിൽ ഒലീവ് ഓയിലില്ല, സോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ബട്ടറാണ് ചേർക്കുക. പിന്നെ നമുക്ക് വേറെ ഇതിൻ്റെ ആവശ്യമുള്ളത് റോസ്മേരി ലീവ്സ് വേണം, ദെൻ ഗാർലിക് വേണം. അതാ എണ്ണയൊക്കെ പുറത്ത് തെറിക്കും, വേണമെങ്കിൽ മാറി നിന്നോ. ഒരു 6 to 7 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് മറിച്ചിടണം. മറിച്ചിട്ടതിന് ശേഷം അടച്ച് വേവിക്കരുത്. മറിച്ചിട്ടതിന് ശേഷം കുറച്ച് റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും റോസ്മേരി ലീവ്സും ഗാർലിക്കും കൂടി ബട്ടറിൽ ചേർത്ത് അതിലിട്ടിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. നമ്മുടെ സ്റ്റേക്ക് റെഡി. സോ വെയിറ്റ് ഫോർ 6 മിനിറ്റ്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മാഷ് പൊട്ടാറ്റോ ആണ് ഞാൻ അടുത്ത് ഉണ്ടാക്കേണ്ടത്. മാഷ് പൊട്ടാറ്റോ ഉണ്ടാക്കുന്നത് നമ്മുടെ ആദം സിനാനാണ്. സോ ആദം സിനാൻ വേദിയിലോട്ട് വരൂ. ഓക്കെ, മമ്മി പറയാം അതേപോലെ ചെയ്യണേ എല്ലാം. ഓക്കെ, മാഷ് പൊട്ടാറ്റോ ഉണ്ടാക്കാൻ അതേ മാഷ് പൊട്ടാറ്റോ എടുക്കാം. ഓക്കെ, അതിലോട്ട് ആ പാൽ ഒഴിക്കൂ. കുറച്ച് ഒഴിച്ചാൽ മതിയേ, മമ്മി പറയുമ്പോൾ നിർത്തണേ. ഒഴിച്ചോ. മതി, ബാക്കി ഇനി വേണമെങ്കിൽ ഒഴിക്കാം. കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് മമ്മി ഇടാവേ. കുറച്ച് സോൾട്ട്, ബട്ടറും കൂടി ചേർക്കണം. അപ്പം മാഷ് പൊട്ടാറ്റോ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ല മിക്സ് ചെയ്തെടുക്കണം. പറ്റുമെങ്കിൽ ഇത് മാഷ് പൊട്ടാറ്റോ കുറച്ച് സീവ് ചെയ്തെടുക്കൂലേ, അരിപ്പയിൽ ഇങ്ങനെ സീവ് ചെയ്തെടുത്ത് നല്ല സ്മൂത്തായിട്ട് വരും. എനിക്ക് പിന്നെ അതിനുള്ള മടി അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. സോ അങ്ങനെ മാഷ് പൊട്ടാറ്റോ റെഡിയായി. ഇനി നമ്മുടെ ഈ പറഞ്ഞ സ്റ്റേക്ക് റെഡിയായിട്ട് ആ സ്റ്റേക്കിൻ്റെ ബാക്കി വരുന്ന ആ ഒരു ബട്ടർ, ആ ഒരു ഇതുണ്ടല്ലോ, ആ ഇതിൽ വേണം നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് റെഡി ആവുന്നവർ വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഇടാം. ഫ്രിഡ്ജിൽ വെച്ചോ. ബട്ടറിൽ നമ്മൾ കുറച്ച് മെൽറ്റ് ആയില്ലേ, കുറച്ച് ചതച്ച 2-3 വെളുത്തുള്ളി, അപ്പൊ ഇട്ടത് റോസ്മേരി ആണ് ഗൈസ്. ഓക്കെ, അപ്പം എന്തൊക്കെ ആയിട്ടുണ്ട്, നമുക്കിത് പറഞ്ഞ പേരിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് സോട്ട് ചെയ്യാം.
സോറി. We can place the steak pieces. നമ്മുടെ മഷ്റൂം സോസ്. ജോ എടാ, മഷ്റൂം സോസിന്റെ മേലെയായിരുന്നു സ്റ്റേക്ക് വെക്കേണ്ടിയിരുന്നെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു സൈഡിൽ നമുക്ക് നമ്മുടെ മാഷ് പൊട്ടാറ്റോ. ഇത് പാവപ്പെട്ടവൻ്റെ സ്റ്റേക്കാണ്. നിങ്ങൾ ആരും ഇത് കണ്ട് തന്നെ ജഡ്ജ് ചെയ്യരുത് പ്ലീസ്. Okay, then we can add some veggies. Okay, നമ്മുടെ സ്റ്റേക്ക് ഞാനിപ്പോൾ സൈഡിൽ ഞാൻ ഭൂമിയിൽ നിന്ന് കഴിച്ച അതെപ്പോഴും എന്താടാ സോറി എൻ്റെ പ്ലേറ്റ് ഒരു ക്യാറ്റ് തെറിച്ച് പോയി, അതിനാണ് എല്ലാവരും ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ ഭൂമിയിൽ നിന്ന് കഴിച്ച അതേ പ്ലേറ്റ് ഞാൻ സൈഡിൽ ഫോട്ടോ കാണിച്ചേക്കാം. അതുപോലെയൊക്കെ അതിൻ്റെ ഏഴ് വന്നു നിങ്ങൾ പറയണം. സോ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേക്ക് 1 piece ഓഫ് beef steak, then some mushroom sauce, then എനിക്ക് സുക്കിനിയാണ് ഏറ്റവും ഇഷ്ടം. സുക്കിനി. ഓക്കെ, ട്രസ്റ്റ് മീ ഗൈസ്, അവിടുന്ന് കഴിച്ച എക്സാക്ട് ടേസ്റ്റ് ഒന്നും പറയില്ല, പക്ഷെ നിങ്ങൾ കഴിച്ചോ. അതെ, കഴിച്ചോ? എങ്ങനെയുണ്ട്? സൂപ്പർ. കുറച്ചു നേരമായിട്ട് ചവയ്ക്കുന്നുണ്ടല്ലോ. വിഴുങ്ങരുതേ, ചവച്ച് തിന്നണേ. ഓക്കെ ആണോ? ഈ മഷ്റൂം സോസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ട്? ഈ മാഷ് പൊട്ടാറ്റോ ഒന്ന് കഴിച്ചു നോക്ക്. കൊള്ളാവോ? സീരിയസ്ലി ഗൈസ്, നമ്മൾ വെറുതെ പറയുന്നതല്ല, കൊള്ളാം. ബാക്കിയുള്ളവർ തിന്നാൻ വരുന്നുണ്ട്. മഷ്റൂം സോസ് നൈസായിട്ടുണ്ട് ഗൈസ്, നമ്മൾ കളിയാക്കുന്നതല്ല, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേക്ക് ഉണ്ടാക്കിയ വീഡിയോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമായി. ബീഫിൻ്റെ കുക്കിംഗ് ടൈമിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ്, കുറച്ചിങ്ങനെ, അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. സോ അത് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.